ഞാൻ പറഞ്ഞു, തന്നോടുകൂടെ രാജാക്കന്മാരായി വാഴുവാൻ തൻ്റെ സമസ്വരൂപത്തിലുള്ള ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുക്കുക, ഇത് മാത്രമാണ് ഈ ഭൂമിയുടെ ഈ ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം കാണുന്നത് കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ പരിപാടി പുതിയ ഭൂമിയിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ പ്രോഗ്രാമിന്, പരിപാടിക്ക് അനുസരണമായിരുന്നെങ്കിലേ ശരിയാകുകയുള്ളൂ. ദൈവം അതിനുവേണ്ടി എത്രമാത്രം പ്ലാൻ ചെയ്തു, തൻ്റെ പുത്രനെ അയച്ച് എത്രമാത്രം വില കൊടുത്തു. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ക്ഷമയോടെ എത്ര ഗൗരവമായി ഇപ്പോൾ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ നോക്കി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി ചിന്തിക്കാതെ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ശാരീരികമായ കാര്യങ്ങളുടെ ആശ്വാസം മാത്രം മുൻനിർത്തി പോകുമ്പോൾ ഒടുവിൽ വലിയ തോൽവിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് വിശേഷാൽ അടിസ്ഥാന കല്ലിന്മേൽ, ഇന്നലെ ഞാൻ അടിസ്ഥാന കല്ലിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ മേൽ പുല്ല്, വൈക്കോൽ, അതുകൊണ്ടുള്ളതായ പണി, അതിനെക്കുറിച്ച് ഇന്ന് അല്പം പറയുവാൻ പോവുകയാണ്. അതുപോലെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. അതുപോലെ റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നല്ല ഒലിവിൻ്റെ മേൽ നാം ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കൂടി ഞാൻ പറയുവാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ, ആശ്വാസം പ്രാപിക്കുന്നവരുടെ നില എന്താണെന്ന് വ്യക്തമാകും. ഇനിയും ചോദിക്കാമല്ലോ. അതിന്ന് പറയാൻ പോവുകയാണ്. ആ കാര്യങ്ങളൊന്നുകൂടെ, സമയം കുറവാണെങ്കിലും സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് ആർക്കും വേണ്ടി ചോദിക്കാമല്ലോ. പല ഉപദേശങ്ങളാൽ നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു ആത്മമണ്ഡലത്തിലാണല്ലോ ജീവിക്കുന്നത്. അതെ. ചില ആളുകൾ പറയുന്നു അനുഗ്രഹം മാത്രം, മറ്റു ചിലർ പറയുന്നു യേശുവിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവജനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിനാൽ ഉള്ളിൽ വീണ അന്നു മുതൽ ആരംഭിക്കുന്ന ജീവിതം കഷ്ടതയാണ്. ഇത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കാമോ? നമ്മൾക്ക് കർത്താവിൻ്റെ ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതല്ല. കഷ്ടത നിറഞ്ഞത് ആനന്ദ ജീവിതമാണ്, ആത്മീക ജീവിതമാണ്. എന്നെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്നിൽ അല്പം പോലും കോപം വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പരസ്യയോഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യൽ വന്നപ്പോൾ ദൈവത്തിനെങ്ങനെയാണ് പുത്രനുണ്ടാകുമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ കോപിച്ച് എന്നെ പിടിച്ച്, ഈ അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ ഇറച്ചിക്കടയിൽ വലിയ തടി വെച്ചിട്ടുണ്ട്. ആ തടിയിലാണ് ഇറച്ചി ഇങ്ങനെ കഷ്ണമായിട്ട് മുറിക്കുന്നത്. ആ തടിയിൽ എന്നെ കിടത്തിയിട്ട് വലിയ ഈ ഒരുത്തോണ്ട് നിന്നെ വെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവൻ പ്രാന്തനാണ്, ഇവൻ ഇത്രയും നമ്മൾ ചെയ്തെങ്കിൽ ഇവൻ കൊല്ലാൻ പോയണേക്ക് ഇവൻ പ്രാന്തനാണെന്ന് എഴുന്നേറ്റ് എന്നെ പിടിച്ച് പുറകിൽ ഒരു തൊഴിയും തൊഴിച്ചങ്ങ് വിട്ടു. അപ്പോൾ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും ക്രിസ്തീയ ജീവിതം പോലെ ആനന്ദകരമായ ഒരു ജീവിതം ഇല്ല. അതിന് പരിശുദ്ധാത്മാവിൽ വസിക്കണം. ക്രിസ്തീയ ജീവിതം കഷ്ടത മറ്റുള്ളവർക്ക് തോന്നിയാൽ കഷ്ടതയാണ്. എന്നാൽ ശദ്രക്ക് മേശക്കുന്ന അഭിനവോ തീക്കകത്ത് നടക്കുക. പുറമേ ഉള്ളവർക്കത് കണ്ടപ്പോൾ വളരെ തീയാണ്, വെന്തുപോകുന്നതാണ്. അതിനകത്ത് എന്ത് ചെയ്യുക? നടക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ എത്ര ഈ ലോകത്തിൻ്റെ പരിശോധന തീകൾ വന്നാലും ദഹിക്കാതെ ക്രിസ്തീയ ജീവിതം പോലെ ആനന്ദകരമായ ഒരു ജീവിതം വേറൊന്നുമില്ല. അത് കഷ്ടത, പുറമേ ഉള്ളവർക്ക് കഷ്ടത തോന്നും, നമ്മൾക്കത് ആനന്ദകരമായിരിക്കും. ഞങ്ങൾ എത്രയോ പട്ടിണി കിടന്നിട്ടുണ്ട്.
വെറും തകരയില മാത്രം കഴിച്ച് രജോരിയിൽ 7 ദിവസം തകരയില മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട്. അന്നും എത്ര ആനന്ദത്തോടെ കഴിഞ്ഞത്, ദുഃഖത്തോടല്ല. ഭർത്താവേ നീ ഇതാണല്ലോ. ഇത് ക്രിസ്തീയ ജീവിതം എത്ര ആനന്ദമുള്ളതാണ്. എന്നെ മുഖത്തടിച്ചിട്ട് ഇവിടെ ഈ മുഖത്തിവിടെ ഇങ്ങനെ അടികൊള്ളുമ്പോൾ പെട്ടെന്ന് ഇവിടെ ചിറിയെല്ലാം മുറിയും, രക്തമൊഴി എൻ്റെ ഷർട്ടിലൊക്കെ ആയതുകൊണ്ടൊക്കെ ഞാൻ ചിരിച്ചോണ്ട് ഞാൻ പോയിട്ട് വെള്ളം ഉടത്തി എന്നാൽ ഷർട്ട് ഊരി കഴുകിയിട്ടാണ് പോകുന്നത്, രക്തം ഒലിപ്പിച്ചുകൊണ്ടല്ല പോകുന്നു. ആനന്ദകരമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ട് എൻ്റെ ഭാര്യയോട് വന്നിട്ട് അടി കൊണ്ടുവന്നിട്ടുള്ളത് പോലും പറഞ്ഞിട്ടില്ല. അത്ര സന്തോഷം പറയാൻ തോന്നിയിട്ടില്ല. ചോദിച്ചാൽ ഇന്നലെ ഈ പ്രവചനത്തെക്കുറിച്ച് പറയാനായിട്ടിടയായി. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അപ്പോസ്തലനായിട്ടും പ്രവാചകനായിട്ടും സുവിശേഷകനായിട്ടും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് സഭകളിൽ വരുന്ന പ്രവാചകന്മാർ മുഴുവൻ തെറ്റായ പ്രവചന ശുശ്രൂഷയുള്ളവർ, പ്രവചന വരമുള്ളവർ പ്രവാചകന്മാരല്ല. അവർക്ക് പ്രവചന വരമുണ്ട്. ദൈവത്താൽ ആക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ഈ പ്രവചനവരമുള്ളവര് അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവരെന്ത് ചെയ്യണം, പ്രവചിക്കുന്ന തനിയല്ല, മറ്റുള്ളവരെന്ത് ചെയ്യണം, അത് ശോധന ചെയ്ത് നോക്കട്ടെ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം എടുത്താട്ടെ. അതിന്റെ 29 വായിച്ചാൽ, പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. പ്രവചിക്കുന്ന പ്രവചനം ദൈവവചന പ്രകാരമാണോ എന്ന് എന്ത് ചെയ്യണം? വിവേചിക്കണം. ഇന്ന് വിവേചനം നടക്കുന്നില്ല. പ്രവാചകന്മാർ പറയുന്നതെല്ലാം കേൾക്കാൻ ഒരുങ്ങിപ്പോവുകയാണ്. ഞാൻ ഒരു സംഭവം കേരളത്തിൽ വടശ്ശേരിക്കര ബദ്രമുക്കിന് നടന്ന ഒരു സംഭവം പറയാം. അവിടെ ഒരു പ്രിയ സഹോദരിക്ക് പ്രവചനവരം ലഭിച്ചു. അവിടെ ആ സഭ വളരെ ബലമായി വളർന്നു പോവുക. ഞാനപ്പോൾ മിലിറ്ററിയിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടില്ല, എന്നാൽ അപ്പോഴും കർത്താവ് എനിക്ക് ഈ ആത്മാക്കളെ വിവേചിക്കാനുള്ളതായ കൃപ വരം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവധിക്ക് നാട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ ഇന്നടുത്തൊരു യോഗം നടക്കുന്നുണ്ട്, നീ പെട്ടെന്ന് പോകണം. ഞാൻ വൈകിട്ടാണ് വന്നത്, നീ കുളിച്ചില്ലെങ്കിലും സാരമില്ല, കൈയും മുഖം കഴുകി നമുക്ക് ആ യോഗത്തിന് പോകാം, അവിടെ വലിയ യോഗം നടന്നുകൊണ്ടിരിക്കുക, നീ അവിടെ തീർച്ചയായിട്ടും വരണം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വടശ്ശേരിക്ക് താമസം, അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അവിടെ എൻ്റെ പിതാവിനെ നിർബന്ധമായി കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു 1000-ഓളം അടുത്ത് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. 1000 തികച്ചെന്ന് പറയാൻ ഒക്കുകയില്ല. പല വർഷങ്ങളായിട്ട് വളരെ ശക്തമായ ഒരു പ്രവചന ശുശ്രൂഷയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് കൂടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് വരെ, വടശ്ശേരിക്കരയ്ക്ക് തിരുവനന്തപുരത്തു നിന്ന് വരെ ആളുകൾ കാറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വലിയൊരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി പ്രവചിക്കാനായിട്ട് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ സഹോദരി പ്രവചിക്കാനായി തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നു. അവിടെ പാസ്റ്ററുടെ മുൻപിൽ അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആ സഹോദരിയുടെ അന്യഭാഷ കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാൻ ഉടനെ താഴെ കൈവച്ചിട്ട് ഉറച്ചിലല്ല, ആത്മാവ് വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്തോ ഈ പറയുന്നത്? പാസ്റ്റർ കേട്ടു. അപ്പോഴേക്ക് ആ സഹോദരി 2 കൈയും കൂടെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പാസ്റ്ററുടെ തലക്കിടിക്കാൻ വരികയാണ്. പ്രവചിച്ചുകൊണ്ടിരുന്ന സഹോദരി 2 കൈയും കൂടി ഇങ്ങനെ എടുത്ത് വന്ന് പാസ്റ്ററെ ഇടിക്കാൻ ഉടനെ ശാസിച്ചു. അപ്പോൾ ശാസിച്ചപ്പോൾ നിലത്ത് വീണു. ഓരോ കുറ്റങ്ങൾ വെളിപ്പെട്ടു. അപ്പോൾ
ആളുകൾ പുള്ളിക്കാരത്തി പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ ടേപ്പ് റെക്കോർഡ് എടുത്ത ആ കർത്താവിന്റെ ദാസനെ ഏകദേശം 2.5 വർഷക്കാലം ആ സഹോദരിയുടെ പ്രവചന പ്രകാരമാണ് നടക്കുന്നത്. ആ സഹോദരി പറയും, ദേവദാസനെ നീ ഇന്നടുത്ത് പോകണം, പോകുമ്പോൾ ഒരു തോട് കാണും, തോട് കണ്ട് കഴിയുമ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ഒരാള് രോഗിയായി കിടന്ന് കാണും, വെളുത്ത ഷീറ്റായിരിക്കും പുതച്ചിരിക്കുന്നത്, പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും. അങ്ങനെ പോയിടത്തെല്ലാം അത്ഭുതങ്ങളും നടന്നു, എല്ലായിടത്തും. അങ്ങനെ എല്ലാവരും ആർക്കൊക്കെ വിസ പറഞ്ഞാൽ കറക്റ്റായിട്ട് വിസ കിട്ടും. വെളി രാജ്യങ്ങളിൽ പോകുന്നവരുടെയും കാര്യങ്ങൾ ഇന്ന ദിവസം വിസ കിട്ടും, അങ്ങനെ എല്ലാ കാര്യങ്ങളായി നടന്നു. ഒടുവിൽ ദുഷ്ടാത്മാവ് വെളിപ്പെട്ട് ഓരോന്നായി ഒരു സഹോദരി സാരിയെല്ലാം വലിച്ചൊരു നഗ്നയായി. ഇന്ന് രാത്രി 1:30 മണിയായ ദുഷ്ടാത്മാവിനെ പുറപ്പെടുവിക്കാനിടയായത്. അതോടുകൂടെ ആ സഭ മുഴുവനും തകർന്നു. ഇന്നവിടെ സഭയില്ല. അപ്പോൾ ആ സഭയെ നടത്തിയത് 3 വർഷം, 2.5-3 വർഷം ആ പ്രവാചകിയായ സഹോദരിയായിരുന്നു. അപ്പോൾ പ്രവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം വിവേചിച്ച് പരിശുദ്ധാത്മാവിൽ കൂടെയാണോ? അതോടെ ഒരനുഭവം കൂടെ പറയാം. ഞാൻ CME കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയേഴ്സ് പൂനായിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഭവാനിപ്പെട്ട CPMലെ അന്ന് TPM അല്ല CPM എന്നാണ് പറയുന്നത്. അവരുടെ ഈ ശനിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥന വളരെ ടെറി മീറ്റിംഗ്സ്, നല്ല പ്രാർത്ഥനയാണ് അതിനുവേണ്ടി. ഞാനപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ദാപ്പൊടിയിൽ നിന്ന് ഭവാനിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്ന് ചേർന്നപ്പോഴത്തേക്ക് മണി 8:15 കഴിഞ്ഞു. അവർ 7 മണിക്ക് യോഗം തുടങ്ങി. അപ്പോൾ പ്രാർത്ഥന തീർന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് നിറച്ച ആളുണ്ട് വരാന്തയിൽ. അപ്പോൾ ഒരു സഹോദരി നല്ലവണ്ണം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗം കഴിഞ്ഞു. ഞാൻ അവിടുത്തെ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, അദ്ദേഹം ഇംഗ്ലീഷ് ചാക്കോച്ചൻ എന്ന് പറഞ്ഞ പേര് കേട്ട ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. ചിലരെല്ലാം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഇംഗ്ലീഷ് ചാക്കോച്ചൻ. അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം ആയിരുന്നു. ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, പ്രവചിച്ച സഹോദരിയുടെ കൂടെ എനിക്ക് അല്പനേരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ സ്ത്രീ സഹോദരിയും അദ്ദേഹത്തിന്റെ ഭർത്താവും ഉണ്ടെങ്കിൽ മതി, പാസ്റ്ററും സിസ്റ്റേഴ്സും മതി, മറ്റാരും ഇല്ലാതിരിക്കും. ഉടനെ പറഞ്ഞു, നീ പറയുന്നത് നിന്റെ എല്ലാ പാപവും അവൾ വിളിച്ചു പറയും, എല്ലാ പാപവും അവൾ വിളിച്ചു പറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണ്. ഒടുവിൽ കാത്തിരിപ്പിയോഗം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിരുന്നു. പ്രാർത്ഥന ഇരുന്നപ്പോൾ ആ സഹോദരി ആത്മാവ് നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. ഞാൻ ഉടനെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു. ഉടനെ പാസ്റ്റർ ചോദിച്ചു, എന്താ ഈ പറയുന്നത്? അപ്പം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ സഹോദരി ഒരു സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ്സാണ്. പുള്ളിക്കാരത്തിന്റെ ഭർത്താവ് അവിടുത്തെ അക്കൗണ്ടന്റാണ്. അപ്പം ഞാൻ ആത്മാവിൽ കാണുന്ന ആ സഹോദരി ഭർത്താവിന്റെ ചെള്ളയ്ക്ക് അടിക്കുന്നതായിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചാട്ട് ഈ ഭർത്താവിനെ ഭാര്യ അടിക്കാറുണ്ടോ? ഉടനെ ഭർത്താവ് പറഞ്ഞു, ഇന്നെന്നെ അടിച്ചതാ, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ അടിച്ചതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ പാട് കാണാമെന്ന് പറയും. പ്രവചിക്കുന്ന സഹോദരി അടിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒടുവിൽ ഓരോരോ കുറ്റങ്ങളായി. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന കർത്താവിന്റെ ദാസൻ ഇംഗ്ലീഷ് ചാക്കോച്ചൻ പാസ്റ്ററുടെ മുണ്ട് വലിച്ചു പറിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആ 7 സഹോദരിമാരും അവരെഴുന്നേറ്റ് ഓടി. ഒടുവിൽ ആ ശക്തി രാത്രി ഏകദേശം 1 മണി ആയപ്പോഴത്തേക്കും ആ ശക്തി വിട്ടുവിടങ്ങാനിടയിൽ. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് ആവശ്യം, കഴിഞ്ഞ 7 വർഷമായി ഈ സഹോദരി പറയുന്ന പ്രവചനത്തെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് ചാക്കോച്ച് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ ഇനിയും ശുശ്രൂഷ നടത്തണമെങ്കിൽ എനിക്കിനി ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം കിട്ടിയോളൂ എന്ന് പറഞ്ഞ് ഞായറാഴ്ച രാവിലത്തെ യോഗം പോലും നടത്താതെ അദ്ദേഹം ഞാൻ അന്ന് രാത്രി അവിടെ താമസിപ്പിക്കോമിൽ പുള്ളിക്കാരൻ്റെ പെട്ടിയിൽ സാധനങ്ങൾ എടുത്ത് നേരെ പൂന റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ മദ്രാസ് സെൻട്രലിൽ പോയിരിക്കുകയാണ്. ഇനിയും ആത്മാക്കളെ വിവേചിക്കാൻ കർത്താവ് കൃപ തരാതെ ഞാനിനി ശുശ്രൂഷ ചെയ്യുകയില്ല. 7 വർഷം ആ സഭയെ നടത്തിക്കൊണ്ടിരുന്നത് ആ ആത്മാവായിരുന്നു. അതുകൊണ്ട് പ്രവചനമെന്ന് പറയുന്നത് കേട്ടിട്ട് സ്വീകരിക്കുകയല്ല. ദൈവമക്കൾ മറ്റുള്ളവരത് എന്തു ചെയ്യണം? വിവേചിക്കണം. രണ്ടുപേരും ദൈവത്തിന്റെ വചനത്തിലുള്ളതാണോ എന്ന് ഇന്ന് വിവേചിക്കുകയില്ല. അതുകൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങളാണ് വരുന്നത്. പ്രവചനവരം കാരണം എസെക്കിയേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഓരോ വിധത്തിൽ ഓരോന്നോരോന്ന് അങ്ങനെ എത്രയോ പ്രവചനങ്ങൾ വരുന്നു. ആ പ്രവചനങ്ങളെല്ലാം വചനപ്രകാരമാണോ
പരിശുദ്ധാത്മാവിനാലാണോ എന്നുള്ളത് മറ്റുള്ളവർ വിവേചിക്കാൻ ആളില്ലാത്തടത്ത് പ്രവചിക്കാൻ അനുവദിക്കരുത്. വിവേചിക്കാൻ ആളില്ലാത്തടത്ത് പ്രവചിക്കാൻ അനുവദിക്കരുത്. എത്രയോ, ഞാൻ 1-2 കാര്യമേ പറഞ്ഞുള്ളൂ, എത്രയോ കാര്യങ്ങൾ അങ്ങനെ നടക്കും. സ്തോത്രം. ഇനിയും ചോദ്യങ്ങളോട് ചോദിക്കാവുന്നത്. കൈപൊക്കിയാൽ കോൾലെസ് മൈക്ക് അവിടേക്ക് കൊണ്ടുവരും. ഇത് ലാസ്റ്റ് ഡേ ആണല്ലോ. ആണ്ട് പുറകിലോട്ട് കൊണ്ടുകൊടുക്കാൻ. ഈ ശാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇരുന്ന് ചോദിച്ചാൽ ശാപത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതെ. അപ്പം ശാപം എന്ന് പറഞ്ഞ വസ്തുത പഴയ നിയമത്തിൽ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതെ. അപ്പൊ ഇപ്പോഴത് ഈ തലമുറയിൽ പലരും പഴയ നിയമത്തെ വേറെ ഭാഗത്തും പുതിയ നിയമത്തെ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ളതായിട്ട് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ വക്താക്കളായ നമുക്ക് അതെത്രമാത്രം അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്? പുതിയ നിയമവും പഴയ നിയമം തമ്മിലുള്ള ബന്ധം, പുതിയ നിയമം അനിവാര്യമാണോ? അല്ല, പഴയ നിയമം അനിവാര്യമാണോ? പുതിയ നിയമത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? അത് എന്തെങ്കിലും മെറിറ്റ്സ് ഉണ്ടോ? നാം അതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ നിഴലായി വന്നത് പുതിയ നിയമത്തിൽ അത് ശരിയായി വന്നിരിക്കുന്നു. ആത്മാവിൽ അത് മനസ്സിലാക്കി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ആത്മീക അർത്ഥങ്ങൾ എടുത്ത് അതിനെ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചതുമായി തുലനം ചെയ്ത് നോക്കി മനസ്സിലാക്കി ആത്മാവിൽ അതിനെ വിവേചിച്ചറിഞ്ഞ് ഉപയോഗിക്കണം. ഒന്നാമതായി കർത്താവായ യേശു നാം 2 Corinthians 5:17 വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഏതൊരു മഹാപാപിയും മുഴു ശാപത്താലും നിറഞ്ഞവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ യഥാർത്ഥമായി അവന്റെ പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ അവന്റെ സകല പാപവും പൂർണ്ണമായി മാറി, അതുപോലെ അവന്റെ മേലുണ്ടായിരുന്ന സകല ശാപവും മാറി, 100% മാറി. ദൈവമക്കളുടെ മേൽ ഒരുത്തരുടെ മേലും അല്പം പോലും ശാപമില്ല. എന്നാൽ നമ്മൾക്ക് വരുന്ന കഷ്ടതകൾ, നമുക്ക് വരുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ശാപങ്ങൾ എന്ന് പറയുന്നത്. ഡെറിക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരിട്ട് ചോദ്യം എനിക്ക് അവസരം കിട്ടിയില്ല, കാരണം അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് സമയം ലഭിച്ചില്ല. അത് മുഴുവനും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ശാപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എല്ലാം ദൈവവചന വിരുദ്ധമാണ്. അത് ദൈവവചനത്തിന് അനുസരണമായിട്ടല്ല. ദൈവമക്കളുടെ മേൽ ഒരു ശാപവുമില്ല. എന്നാൽ നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുവാൻ തീ കൊണ്ടുള്ള ശോധന ഉണ്ട്. അത് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുകയാണ്. കുറച്ചുകൂടെ തീ കൊണ്ട് വെന്തു പോകുന്നത് അത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്ന ശാപമാണോ ശോധനയാണോ നമ്മളെ കർത്താവിനോടുകൂടെ നിത്യനിത്യമായി വാഴുവാൻ തിരഞ്ഞെടുക്കുന്ന ആ കാര്യത്തിൽ നമ്മുടെ ജഡീക സ്വഭാവത്തെ മാറ്റി നമ്മളെ ആത്മീക സ്വഭാവമുള്ളവരാക്കി തീർക്കുവാൻ, ദൈവിക സ്വഭാവമുള്ളവരാക്കി തീർക്കുവാൻ നമ്മൾ കല്ലാണോ, നമ്മൾ യഥാർത്ഥമായ കല്ലാണോ അതോ മരമോ വൈക്കോലോ ആണോ എന്ന് മനസ്സിലാക്കാൻ. ഇന്ന് ആ പണിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സഭയിൽ കളകളുമുണ്ട്, നല്ല ഗോതമ്പുണ്ട്. അതുപോലെ നല്ല കല്ലുമുണ്ട്, വൈക്കോലും മരവും പുല്ലുമെല്ലാം ഉണ്ട്. ഇതിനെയെല്ലാം മനസ്സിലാക്കുവാൻ കഷ്ടതയും പ്രയാസമാകുന്ന തീ വരും. ആ തീയിൽ, അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്, പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ആ തീയിൽ കൂടെ ശോധന ചെയ്ത് കഴിഞ്ഞ് വരുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ശാപമല്ല, ശോധനയാണ്. എന്നാൽ ഈ ശാപവും ശോധനയും എന്ന് ഞങ്ങളുടെ പല കർത്താവിന്റെ ഒരു പ്രാവശ്യം ഒരു കൺവെൻഷനിൽ ഒരു അമേരിക്കയിൽ നിന്ന് ഒരു കർത്താവിന്റെ ദാസൻ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാം പാവപ്പെട്ടവരായി, നിങ്ങളുടെ മേൽ ശാപമാണ്. ഞാനൊരു സ്ലിപ്പ് എഴുതി കൊടുത്തു, അങ്ങനെ പ്രസംഗിക്കരുത്, അത് ശരിയല്ല. ഞാനും അവിടുത്തെ പ്രസംഗിക്കാൻ ചെന്ന് രണ്ടാമത് പറയുന്നത്, മൂന്നാമത് ഞാൻ സ്റ്റേജിൽ കയറി പറഞ്ഞു, ഗോ ആൻഡ് സിറ്റ് ഡൗൺ, ലിസൺ ദ വോയിസ് ഓഫ് ഗാഡ്. പോയിരിക്കുക. ഞാൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി.
പിന്നെ ആ സഹോദരൻ പറഞ്ഞു, ഇപ്പോഴാണ് എൻ്റെ കണ്ണ് തുറക്കുന്നത്. അവർ ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. എന്നാൽ കണ്ണു തുറന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം മനസ്സിലായില്ല. അതുകൊണ്ട് ശാപം ദൈവമക്കളുടെ മേൽ ഇല്ലവേ ഇല്ല. എന്നാൽ നമുക്ക് അനേക പ്രയാസങ്ങളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, ഉപദ്രവങ്ങളിൽ കൂടെ, അപമാനങ്ങളിൽ കൂടെ, നിന്ദകളിൽ കൂടെ കടന്നുപോയി നാം യഥാർത്ഥ കല്ലായി, പുതിയ യെരൂശലേമിന്റെ തിളങ്ങുന്ന കല്ലുകളായി തീരണം. അതെല്ലാം നാം ഈ ഭൂമിയിലായിരിക്കും. അത് ശാപമല്ല, നമ്മളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഓരോരോ അവസ്ഥകളാണ്. അങ്ങനെ വരുമ്പോൾ ആ കഷ്ടങ്ങളിൽ സന്തോഷിച്ച് കർത്താവ്, അതെന്റെ മേൽ ശാപമൊന്നല്ല, നമ്മുടെ ജഡം ക്രൂശിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ശാപം 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 എന്ന് പറയുന്നത്. ജഡത്തെ ക്രൂശിച്ചിട്ടാൽ, ജഡത്തെ പിടിച്ചിട്ടാൽ അത് ശാപമല്ല, സന്തോഷം എന്ന് പറയും. ഈ ജഡം എവിടെല്ലാം ഉയർന്നിരിക്കുന്നുവോ അവിടെല്ലാം വേദനകൾ വരുമ്പോൾ അത് ശാപമാണ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും വിടുതൽ പ്രാപിക്കണം എന്നുള്ള തീരെ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ് വരുന്നത്. യെസ്. മറ്റൊരു ചോദ്യമാണ്, മിനിഞ്ഞാത്ത ക്ലാസ്സിൽ ക്രിസ്തീയ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ഇടയന്മാരായിട്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ടൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് തന്നെ ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ ഇന്ന ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അപ്പോസ്തലനായിട്ടാണ്, അല്ലെങ്കിൽ ഇടയനായിട്ടാണ്, ഉപദേഷ്ടാവായിട്ടാണ്, ഇങ്ങനെ ആ ശുശ്രൂഷ തനിക്ക് ഇന്ന ശുശ്രൂഷ നൽകിയിരിക്കുന്നതെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു മാർഗം എന്താണ്? അതിന് ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കൃപ തന്ന് നടത്തി വളരെ വ്യക്തമായി പറയും, വ്യക്തമായി അനുഭവമാകും. അതുകൂടാതെ മറ്റുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെ കർത്താവിനാൽ ആക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരാൽ വന്നത് കൺഫേം ചെയ്യുകയും ചെയ്യും. നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി അത് പറയും. അതിന്റെ ശേഷം മറ്റുള്ളവരിൽ കൂടെ നമ്മുടെ ശുശ്രൂഷയാൽ അത് വെളിപ്പെടും. മറ്റുള്ളവരിൽ കൂടെ അത് വന്ന് നമ്മളെ ചിലപ്പോൾ അറിയാത്ത ചില ദൈവദാസന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ അത് കൺഫേം ആക്കപ്പെടുകയും ചെയ്യും. അത് പരിശുദ്ധാത്മാവാണ് ആക്കി വയ്ക്കുന്നത്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ശുശ്രൂഷ എടുക്കുകയല്ല വേണ്ടത്, ശുശ്രൂഷ പ്രാപിക്കുക. കർത്താവേ, ഞാൻ ഇന്നുവരെയും കർത്താവെ എനിക്ക് ഇന്ന ശുശ്രൂഷ തരണമെന്ന് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവേ, ഞാൻ നിന്റെ ഒരു കെട്ടപ്പെട്ട അടിമയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ പറയുന്നത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ നടക്കുന്നിടത്ത് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞ ഒരു കെട്ടപ്പെട്ട അടിമയായി മാത്രം പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നുവരെ കർത്താവെ എനിക്ക് ഈ ശുശ്രൂഷ ഇന്നുവരെയും പ്രാർത്ഥിപ്പാൻ എനിക്ക് മനസ്സുണ്ടായിട്ടില്ല. കാരണം കർത്താവ് എന്നെ അയോഗ്യനായ എന്നെ തിരഞ്ഞെടുത്തു. ഞാനൊരു മിലിറ്ററി ജോലിയായി, ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറുടെ പോസ്റ്റ് തരാൻ പറയാം, അല്ലെങ്കിൽ മറ്റുള്ളത്, അല്ലെങ്കിൽ ഓരോ തലത്തിൽ. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാകയാൽ കർത്താവിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന തരണമെന്ന് എനിക്ക് പറയുവാൻ യാതൊരു അർഹതയുമില്ല. അയോഗ്യനായ എന്നെ കർത്താവ് യോഗ്യനെണ്ണി വല്ലതും തരികയാണെങ്കിൽ കർത്താവെ ചെയ്യുവാൻ കൃപ തന്നെ. അതുകൊണ്ട് ഇന്നുവരെയും ഈ ദിവസം വരെയും കർത്താവെ എനിക്ക് ഇന്ന ശുശ്രൂഷ തരണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ 9 വരങ്ങളും അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ഞാൻ ഒരു വരത്തെക്കുറിച്ച് കർത്താവ് എനിക്ക് ഈ വരം തരണമേ എന്ന് പ്രാർത്ഥിച്ചില്ല. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് വചനത്തിലുണ്ട്. എന്നാൽ എനിക്ക് ഇന്നുവരെയും കർത്താവെ ഈ വരം തരണമെന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് വന്നിട്ടില്ല. കർത്താവെ, ഞാൻ അയോഗ്യൻ, ഒന്നിനും കഴിവില്ലാത്തവൻ, എനിക്ക് യാതൊരു ബലവുമില്ല. കർത്താവെ, നീ എന്നെ നടത്തണമേ, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ, നീ പറയുന്നിടത്ത് പോകുവാൻ എനിക്ക് കൃപ തരണമേ. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞാൻ ഒരു കണ്ണുപൊട്ടനെ പോലെ, ഒരു ചെകിടനെ പോലെ നിന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഒരു ചെകിടൻ ആണെങ്കിൽ അല്ലെ ഒരു കണ്ണുപൊട്ടനാണെങ്കിൽ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. ഇന്നാണെങ്കിൽ അവർക്ക് നടക്കാനുള്ള വടിയുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുള്ള, കർത്താവെ, സാധാരണ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചെറിയ വടിയോ എന്തെങ്കിലും കാണും, മുൻപിലുള്ളവർ ആ വടി പിടിച്ചുകൊണ്ട് പോകും, പുറകെ കണ്ണുപൊട്ടൻ ആ ചെകിടൻ അത് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, മഴയാണോ വെയിലാണോ, മുമ്പിൽ കല്ലാണോ മുള്ളാണോ നല്ലതാണോ ഒന്നും എനിക്ക് നോക്കണ്ട, കേൾക്കണ്ട.
നീ എന്നെ നടത്തിയാൽ മതി. എനിക്ക് കണ്ണുനീരോടുകൂടി നിറഞ്ഞ കണ്ണുകളോട് പറയുവാൻ കഴിയുന്നത് ഇന്നുവരെയും കർത്താവിനെ നടത്തി, ഇന്നുവരെയും കർത്താവിനെ നടത്തി. ഞാൻ അമേരിക്കയിൽ കർത്താവിനെ കൊണ്ടുപോകണമെന്ന് ഒരുപോലും പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവെ ചൈനയിലെ വേലയ്ക്ക് എന്നെ അയക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. നേപ്പാളിലെ വേലയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു നേപ്പാളിൽ പോയി. ഞാൻ ഉദംപൂരിൽ ഗഡി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് കർത്താവ് വേല ഓരോരുത്തരത്തായി വ്യാപിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവിനോട് ചോദിക്കാതെ കർത്താവ് തന്നെ അയക്കുന്ന ഒരനുഭവമാണ് എനിക്ക് ഇതുവരെയും കിട്ടിയത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നോക്കുമ്പോഴും അങ്ങനെ കർത്താവ് അവനെ നടത്തിയതായിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനാൽ ബന്ധപ്പെട്ടവരായി, ആത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നോക്കുമ്പോൾ താൻ ആദ്യമേ വളരെ മിടുക്കനായിട്ട് പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. ദമസ്കോസിൽ പ്രസംഗിച്ചു. അവിടുന്ന് അവനെ കൊട്ടയിൽ ഇറക്കപ്പെട്ടു. അവിടുന്ന് അത് കഴിഞ്ഞ ശേഷം യെരുശലേമിൽ ചെന്നു. അപ്പോഴും അവനെ സ്വീകരിച്ചില്ല. പിന്നെ ഏതാണ്ട് 14 വർഷം കഴിഞ്ഞ ശേഷമാണ്, അതിനു മുൻപ് ആ 14 വർഷത്തോടടുത്താണ് അവർ അന്ത്യോക്യയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസിനെ ബർന്നബാസിനെ ഞാൻ ആക്കി വെച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീൻ. അത് കഴിഞ്ഞ് 14 ഗലാത്യയിൽ നാം വായിക്കുന്നത് 14 വർഷം കഴിഞ്ഞപ്പോഴാണ് വരുമ്പോൾ അപ്പോസ്തലന്മാരാകുന്നവർ തനിക്ക് കൈ കൊടുക്കുന്നത്. അപ്പൊ അതുവരെ താൻ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നു. ആദ്യമേ ഏതൊക്കെ ചെയ്യാൻ നോക്കി, പിന്നെ മനസ്സിലായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നോക്കില്ല. പിന്നെ അന്ത്യോക്യയിൽ പോയി മിണ്ടാതെ അവിടെ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നു. ഒടുവിൽ കർത്താവ് തന്നെ വേലയെ ഏൽപ്പിച്ച് അയച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് അയക്കണം. നമ്മുടെ അവസ്ഥയനുസരിച്ച് നമ്മൾ കയറിയെടുക്കാതെ, ശുശ്രൂഷ നമ്മൾ കയറിയെടുക്കാതെ, കർത്താവേ നീ എനിക്ക് തരുന്നത് ഏറ്റെടുത്ത് പോകാൻ ഞാൻ ഒരുങ്ങുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠവും ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ളത്. കാരണം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചു. അവൻ കർത്താവ് അവരെ നിയമിച്ചു, അവരെ ഹി ഹാസ് അപ്പോയിന്റഡ് ദം, അവരെ ഏൽപ്പിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ വേലയോടുള്ള കാര്യത്തിൽ നാം കർത്താവെ എന്നെ ഞാൻ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്നു, നീ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ച് കണ്ടീഷൻ കൂടാതെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ ദിവസം വിടുതൽ ശുശ്രൂഷ ഒരു ശുശ്രൂഷ അല്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് വിശദീകരണം തന്നപ്പോൾ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി. പക്ഷെ മറ്റൊരു ചോദ്യം, അപ്പൊ നമ്മൾ ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഏതൊക്കെ ശുശ്രൂഷകൾ നമുക്ക് ശുശ്രൂഷകളായിട്ട് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാനായിട്ട് കഴിയും? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പറഞ്ഞേൽപ്പിച്ച് നടത്തുന്ന ശുശ്രൂഷകൾ, അത് പൂർണ്ണമായി നമ്മുടെ ജഡത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ. കാരണം നമ്മളെ നടത്തുവാനായി പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ്, കാരണം സഭയെ പണിയുന്നത് കർത്താവായ യേശുക്രിസ്തുവും അതിന് അടിസ്ഥാനമിട്ടു, അതിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. എന്നാൽ സഭയെ പണിയുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ കരത്തിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ നമ്മളെ ചുറ്റിയ പോലെ ഉപയോഗിക്കും, ചിലപ്പോൾ കരണ്ടി പോലെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ ഏറ്റെടുത്ത് നടത്തുന്നുവോ അതുപോലെ നടക്കുവാൻ നാം സമർപ്പിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തണം. അപ്പോൾ സകല ശുശ്രൂഷകളും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് പോലെ നാം ശുശ്രൂഷ ചെയ്യണം. പറഞ്ഞാൽ മൈക്ക് കൊടുത്താട്. കഴിഞ്ഞ പകൽക്കാലം പാസ്റ്റർ ഇങ്ങനെ പഠിപ്പിച്ചു, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അത് മാറിപ്പോകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കരുത്, ആ വിഷയത്തിൽ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സഭകളിലൊക്കെ വരുന്ന ഈ പ്രവാചക ശുശ്രൂഷകന്മാരെ അവർ ഇങ്ങനെ ദൈവജനത്തെ ഓർപ്പിക്കാറുണ്ട്, ഒരു വലിയ അനർത്ഥം വരുന്നു, അത് മാറിപ്പോകാനായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പല പ്രവാചക ദൈവദാസന്മാരും സഭകളിലെ ഇങ്ങനെ ആത്മീക ദൂത് പറയുന്നുണ്ട്. അത് 100% ജഡത്തിൽ നിന്ന്, 100% ജഡത്തിൽ നിന്ന്, അത് ദൈവജനപ്രകാരം അല്ലവേ അല്ല. അപ്പോൾ അങ്ങനെ അനർത്ഥം വരുന്നത് മുൻകൂട്ടി ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അറിയിക്കുമോ? അനർത്ഥം വരുന്നത് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 പറയുന്നുണ്ട്, വരുന്ന കാര്യങ്ങൾ
സകല സത്യത്തിലും വഴി നടത്തും, സംഭവിപ്പാനുള്ളത് അറിയിക്കുമെന്ന് പറയുന്നു. അതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ അനുഭവത്തിൽ എനിക്ക് നേരിട്ടിട്ടുള്ളത്, ഇന്ന് ഏതെങ്കിലും അപകടം വരികയാണ്, ആരെങ്കിലും അടിക്കാൻ വരികയാണ്, ഉപദ്രവിക്കാൻ വരികയാണ്, തീ വയ്ക്കാൻ വരികയാണ്, അപ്പോൾ രാവിലെ മനസ്സിലാകുന്ന ഏതോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാകില്ല. ഒരു വാണിംഗ്, ഒരു ഹൃദയംഗമായ ഏതോ ഒരു കാര്യത്തെ നേരിടാനുള്ളതായ ഒരു തയ്യാറെടുപ്പ് പരിശുദ്ധാത്മാവിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപകടം വരുന്നതിന് മുൻപേ ഇന്ന് ഏതോ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ വാണിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് വരുന്നതായ അനർത്ഥങ്ങൾക്ക് അത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് വചനപ്രകാരം അല്ലവേ അല്ല. കാരണം നമ്മെ ആക്കിയിരിക്കുന്നത് കർത്താവിന്റെ കരത്തിലാണ്. എല്ലാം നമ്മൾ വചനം ഓരോന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മളെ ദൈവം തന്റെ ഭവനത്തിലാക്കി വെറുതെ സാത്താന്റെ കളിക്കായിട്ട് വിട്ടിരിക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ കരത്തിൽ, പിതാവിന്റെ കരത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ തലമുടി പോലും അവൻ എണ്ണി നോക്കിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ അവന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് വചനം. മറ്റേത് പറയുന്നതെല്ലാം ജഡത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഉപവാസം എടുത്ത് അവരുടെ പണം പറ്റി അവരുടെ കാര്യം പ്രവാചകന് ചിലപ്പം വീട് വയ്ക്കാനുള്ള പണത്തിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. അതിനുണ്ടാക്കുന്ന തന്ത്രങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും വചനപ്രകാരമല്ല. 100% ജഡം. ഞാനും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. കർത്താവ് എന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്തതാണ്. അതുകൊണ്ടാണ് അധികാരത്തോടെ പറയുന്നത്. അപ്പോൾ സകല പ്രവാചക ശുശ്രൂഷയുടെയും ആത്യന്തികമായ ഉദ്ദേശം ആത്മീക വർധന എന്ന ഒരേ ഒരു കാര്യം മാത്രമാണെന്ന് വിശ്വസിക്കാം. 100% പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന, ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന, ജനങ്ങളെ ആത്മാവിൽ ഉദ്ധരിക്കുന്നത്, ജഡീകമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വല്ല പ്രവാചക ശുശ്രൂഷ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ ഒരു സഹോദരൻ രോഗത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ പ്രവാചകൻ വന്ന്, സഹോദര, നിന്റെ കോപ സ്വഭാവം മാറ്റുവാനായി നീ സമർപ്പിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ പ്രയാസം, ഭാര്യയും ഭർത്താവുമായിട്ട് പ്രയാസമുണ്ട്, സഹോദര നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് രണ്ടുപേരും സഹിക്കാൻ കഴിവില്ല, നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല, സഹിഷ്ണുതയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അങ്ങനെ ആത്മീകമായ കാര്യങ്ങളിൽ ഉത്തേജനം കൊടുക്കുന്നത് മാത്രമാണ് പ്രവാചക ശുശ്രൂഷ. അല്ലാതെ വീസ കിട്ടുന്ന കാര്യവും അമേരിക്കയിൽ പോകുന്ന കാര്യവും ഇന്നാരെ കല്യാണം കഴിക്കുന്ന കാര്യം, ഇതൊന്നും ദൈവവചനത്തിലുള്ള ശുശ്രൂഷയല്ല. അതെല്ലാം വെറും പണമുണ്ടാക്കാൻ ചെയ്യുന്ന പരിപാടി എന്നല്ലാതെ അത് ദൈവവചന പ്രകാരം ദൈവത്തിന്റെ ആത്മാവിലുള്ള ശുശ്രൂഷ അല്ലവേ അല്ല. ദൈവത്തിന്റെ ദാസനായ യോന ദൈവം കൽപ്പിച്ച ആ ദൈവിക ആലോചനകൾ അറിയിച്ച് കഴിഞ്ഞപ്പോൾ, അവർ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വിരുദ്ധം എന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ മാറിപ്പോയല്ലോ. പഴയ നിയമ പ്രവാചക ശുശ്രൂഷയും പുതിയ നിയമ പ്രവാചക ശുശ്രൂഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പഴയ നിയമ സഭ എന്ന് പറഞ്ഞ അന്ന് ദൈവം അല്പമല്പായി കാര്യങ്ങൾ അറിയിച്ച് ദൈവം അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് അറിയിക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് നാം ആയിരിക്കുന്നത് പഴയ നിയമ ഇസ്രായേലിനെ പോലെയല്ല. നമ്മ ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ചവരായ ദൈവത്തിന്റെ കുടുംബ അംഗങ്ങളാണ്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അവൻ നമ്മെ തന്റെ കരത്തിൽ വെച്ചിരിക്കുകയാണ്. പ്രവാചക പഴയ നിയമകാലത്തെ ആരെയും അങ്ങനെ വെച്ചിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകൻ, എന്നാൽ കർത്താവിന്റെ രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. അതുകൊണ്ട് പഴയ നിയമ പ്രവാചക ശുശ്രൂഷയും പുതിയ നിയമ പ്രവാചക ശുശ്രൂഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പഴയ നിയമ പ്രവാചക ശുശ്രൂഷ ദൈവത്തിനു പകരം അവിടെ വന്ന് അവർക്ക് ദൈവഭയത്തിൽ നടക്കണമെന്ന് ജനത്തെ അറിയിക്കുവാൻ വരുമായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയിൽ എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും കർത്താവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആത്മീക വർധനയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് പുതിയ നിയമ പ്രവാചക ശുശ്രൂഷ. അവൻ ചിലരെ പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരാളെ ദൈവം പ്രവാചകനായി തെരഞ്ഞെടുത്താൽ അവന്റെ ജീവിത അവസാനം വരെ അവൻ പ്രവാചകനായി തന്നെ
ആയിരിക്കുവാനാണോ ദൈവം തിരഞ്ഞെടുക്കുന്നത്? അതോ പ്രവാചക ശുശ്രൂഷയും പ്രവചന വരവും രണ്ടും രണ്ടാണ്. പ്രവചന വരം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക്, കാത്തിരിക്കുന്ന വിശ്വാസികൾക്കോ ദൈവമക്കൾക്കോ അവർ കാത്തിരിക്കുമ്പോൾ അതത് സമയങ്ങളിൽ പ്രവചന വരം നൽകും. അത് ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ പ്രവാചകനായി ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്ത് അയക്കുമ്പോൾ അദ്ദേഹം കർത്താവിന്റെ ഇതപ്രകാരം നടന്നാൽ അന്ത്യം വരെയും ആ ശുശ്രൂഷ നിവർത്തിക്കും, അവസാനം വരെയും ആ ശുശ്രൂഷ നിവർത്തിക്കും. അപ്പോൾ പ്രവചനം എന്ന് പറയുമ്പോൾ ഈ പ്രവാചകൻ പറയുന്നത്, പ്രവാചകൻ ദൈവമാക്കി വെച്ച പ്രവാചകൻ പറയുന്നതിന് അന്യഭാഷ പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പറയും, ഇന്നത് വരുന്നു, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ഇന്ന തെറ്റ്. പ്രവചന വരത്തിലുള്ളവർ ഒരാൾ അന്യഭാഷ പറയും, ചിലപ്പോൾ കുറച്ചു നേരം അന്യഭാഷ പറഞ്ഞിട്ട് അത് തർജ്ജമ ഇതൊക്കെ പറയും, അത് വേറെ. എന്നാൽ പ്രവാചകൻ പറയുമ്പോൾ എല്ലായ്പ്പോഴും അന്യഭാഷ പറഞ്ഞിട്ടല്ല പറയുന്നത്. പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ഇത് ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങളോട് അറിയിക്കുന്നു. ആ പ്രവാചന ഹൃദയത്തിൽ തന്റെ ആത്മാവിൽ ദൈവത്തിന്റെ അരുളപ്പാട് മനസ്സിലായ ശേഷം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കും. അത് അങ്ങനെയുള്ളവരാണ് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്താൽ ആക്കപ്പെട്ട പ്രവാചകന്മാർ. നമ്മൾ പ്രത്യേക വിഷയത്തിൽ നിന്ന് ഇടത്തോട്ട് വലത്തോട്ട് പോവുകയാണ്. എന്നാൽ ശരിയായ വിഷയത്തിലേക്ക്, കാരണം നമ്മൾ പൂർണ്ണതയിലേക്ക് പ്രാപിക്കുന്ന ആ കാര്യമാണ് മുഖ്യമായിട്ടുള്ളത്. പൊതു ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളതായ സമയം ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒരു 5 മിനിറ്റൂടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയമുള്ളൂ. ചോദിച്ചാട്ട് മൈക്ക് കൊടുത്താട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളായ നാം പാപികൾ പ്രാർത്ഥിക്കരുതെന്ന് പല ദൈവദാസന്മാരും പറയാറുണ്ട്. എന്ത് പ്രാർത്ഥിക്കരുതെന്ന്? പാവികളെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പാവിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നു. ഈ ലോകമായിരുന്ന ജീവിതത്തില് അത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവമക്കളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1 യോഹന്നാൻ 1:7 മുതൽ വായിച്ചാട്ടെ. 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളിൽ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇതിൽ 2 കാര്യം ശ്രദ്ധിക്കണം. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നമ്മൾ മുഴുവനും പാപിയായിരുന്നു. അതിനുശേഷം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മെ അവൻ വിശുദ്ധരെന്നെണ്ണിയിരിക്കുകയാണ്. നാം വിശുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ പാപി എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന്റെ ശേഷം നാം ജഡത്തിൽ തോൽക്കുമ്പോൾ, ജഡവും ആത്മാവും ഗലാത്യയിലെ 5:17 വായിക്കുന്നത് പോലെ ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മുടെ ജഡം നമ്മളെ ജയിച്ചെങ്കിൽ നാം പാപം ചെയ്യുന്നു. അപ്പോൾ നാം പറയേണ്ടത്, കർത്താവേ, ഞാൻ നിന്റെ മകനാണെങ്കിലും ഞാൻ നിന്നെ ദുഃഖിപ്പിച്ച് പാപം ചെയ്തിരിക്കുകയാണ്. കർത്താവേ, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നു, എത്ര ഭംഗിയായി ഞാൻ നടന്നാലും ഇരുന്നാലും 2-3 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളവസ്ത്രം അഴുക്കാകുന്നു. കാരണം ഈ അന്തരീക്ഷത്തിൽ മുഴുവനും പൊടിയുണ്ട്. അതുപോലെ നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരുപാട് പാപമുണ്ട്. നമ്മുടെ ചിന്തയിൽ പാപം വരും, നമ്മുടെ നോട്ടത്തിൽ പാപം വരും, നമ്മുടെ സംസാരത്തിൽ പാപം വരും. അങ്ങനെയുള്ളപ്പോൾ താഴ്മയുള്ള ഹൃദയത്തോടെ, കർത്താവേ, നീ എന്നെ നിന്റെ മകനാക്കിയിരിക്കുന്നുവെങ്കിലും എന്റെ അപ്പച്ച, എന്റെ പിതാവ്, എന്നിൽ കുറവുണ്ട്, എന്നിൽ പാപമുണ്ട്, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ പാപിയായി രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ പാപി മാത്രമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിന്റെ മകനായി അവൻ നമ്മളെ എണ്ണിയിരിക്കുന്നു, മകനായി നമ്മളെ കരുതുന്നു. എന്നാൽ നമ്മിൽ പാപം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും, കർത്താവേ, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപിയായിട്ട് നിന്റെ മുമ്പിൽ ഇരിക്കുന്നു,
നീ എന്നെ പുത്രനായി അംഗീകരിച്ചുവെങ്കിലും പുത്രനായി എണ്ണുന്നെങ്കിലും ഞാൻ പാപിയായി നിന്റെ മുൻപിൽ ഇരിക്കുന്നു, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമെന്ന് ഭാരത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ശുദ്ധീകരണം പ്രാപിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു ചോദ്യത്തിന് ഇനി അവസരമുള്ളൂ, ചോദിച്ചാൽ. ആത്മീയരായ ചില ദൈവദാസന്മാരിൽ നിന്നും നമ്മൾ ഓരോ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വീട്ടിലുള്ളതായ ബാധകൾ, അവരുടേതാകുന്ന രോഗങ്ങൾ, അവരുടേതാകുന്ന പ്രശ്നങ്ങൾ നമ്മുടേതാകുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് പലരും പറഞ്ഞറിയുന്നുണ്ട്. അതിൽ വചന തെളിവുകളോ അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് അതിന് എന്തെങ്കിലും മറുപടിയായിട്ടോ പറയാൻ കഴിയുമോ? നാം യുദ്ധത്തിന് പോകുകയാണ്. രണ്ട് കാര്യം പറയാം. യുദ്ധത്തിന് പോകുമ്പോൾ മുറിവേൽക്കുക എന്നുള്ളതുണ്ട്. നാം സാത്താനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുറിവേൽക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ ആ മുറിവുകൾ നമ്മളെ ആ ബാധ ബാധിക്കുകയല്ല ചെയ്യുന്നത്, മുറിവുകളേൽക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കർത്താവേ, ഈ മുറിവുകളെ സഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് കർത്താവിന് നമ്മൾ യുദ്ധത്തിനാണ്. ഇത് ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് യുദ്ധമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് ബാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ബാധ നമ്മുടെ നേരെ വരുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ളതായ ദുഷ്ടശക്തിയല്ല. എന്നാൽ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും മുറിവുകൾ ഏൽക്കും, മുറിവുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ എത്രമാത്രം പ്രയാസങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ഏതെങ്കിലും വീട്ടിൽ പോയി ബാധയെ അഴിക്കാൻ പോകുമ്പോൾ ബാധ നമ്മെ ബാധിക്കുന്നു. ആ ബാധ ഒരു കാലത്ത് നമ്മളെ ബാധിക്കയില്ല. സകല പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞാൻ എത്രയോ കൂടോത്രക്കാരുടെ കൃപയാൽ എത്രയോ കൂടോത്രക്കാർ അവരുടെ സകല സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല, പലര് വലിയ വലിയ കൂടോത്രക്കാർ, വലിയ വലിയ കേൾവി കേട്ട കൂടോത്രക്കാർ വന്നു ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കൃപയാൽ അതൊന്നും ബാധിച്ചിട്ടില്ല. കൂടോത്രക്കാരുടെ കൂടോത്രങ്ങൾ മുഴുവനും കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തിട്ടും ഒന്നും നടന്നിട്ടില്ല. കാരണം നാം അതിനേക്കാൾ ഇരുട്ടും നാം വെളിച്ചവുമാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മളിങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്ക് മുറിവുകൾ വരും. ആ മുറിവുകൾ പരിശുദ്ധാത്മാവിൽ കൂടെ മനസ്സിലാക്കണം എന്തിനാണ് ആ മുറിവ് വന്നത്. അപ്പോൾ കർത്താവ് അങ്ങനെ അനുവദിക്കുന്ന എന്തിന്? ഇത്രയും മുറിവുണ്ടായിട്ടും ഇവൻ എൻ്റെ വേലയിൽ മുൻപോട്ട് പോകുന്നുവല്ലോ, വില കൊടുക്കുന്നുവല്ലോ. അവ രണ്ട് കാര്യം മനസ്സിലാക്കണം. ബാധ നമ്മളെ ബാധിക്കുകയില്ല, ഒരു ശക്തി നമ്മുടെ അടുത്ത് വരികയില്ല, ഒരു ആഭിചാര ശക്തിയും അടുത്ത് വരികയില്ല. എന്നെ എത്ര പേര് എത്ര മന്ത്രവാദം എനിക്കെതിരായി ചെയ്തിട്ടുണ്ട്, എത്ര മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എത്ര പ്രാവശ്യം എനിക്ക് പാലിനകത്തും അതുപോലെ ഈ ഈ വടക്കേണ്ടിയിൽ ഖീർ എന്ന് പറയും, അതിനകത്ത് എത്ര പ്രാവശ്യം അവര് വിഷം ചേർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നല്ല, അനേക പ്രാവശ്യം. എന്നിട്ട് അവർ പറയും വിഷം കൊടുത്താലും ഇവൻ ചാകുകയില്ല. എത്ര പ്രാവശ്യം? ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല. എനിക്ക് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നാണ് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാം സുരക്ഷിതരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്ര ശത്രുവിന്റെ ബാധയുള്ള വീട്ടിൽ പോയാലും നമ്മളെ കാണുമ്പോഴേ അവിടുത്തെ ശക്തികളെല്ലാം ഓട്ടമാണ്. എന്നാൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മുറിവുകളുണ്ടാവും. ഇത് രണ്ടും മനസ്സിലാക്കണം. ആ മുറിവുകളുണ്ടാകുന്ന ബാധ കൊണ്ടല്ല, ആ ബാധയുടെ ശക്തി കൊണ്ടല്ല. ആ ശക്തിക്ക് നമ്മുടെ നേരെ നിൽക്കുവാൻ എത്ര വലിയ ദൈവങ്ങളാണെങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ അതിന് കഴിയുകയില്ല. എത്ര വലിയ ദൈവങ്ങളാണെങ്കിലും നമ്മൾക്ക് ആ ശക്തികളെ ഓടിക്കുവാൻ കഴിയും. ഞാനതിന് ഒരു ഉദാഹരണം പറയും. ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പഞ്ചാബിൽ ജീര എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുവാനായിപ്പോയി. അവിടെ സഭകളൊന്നുമില്ല. അപ്പം ഞാൻ തന്നെയുള്ള എൻ്റെ ഒരു ടാമറിനൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് പരസ്യമായി നിന്ന് പ്രസംഗിക്കുക, പരസ്യയോഗം നടത്തുക, അങ്ങനെയാണ് സഭകൾ ആരംഭിക്കുന്നത്. അവിടെ ജീര എന്ന് പറയുന്നത് ഒരു സഭ പോലുമില്ല. അവിടെ താമസിക്കാൻ സ്ഥലമില്ല. ഞാൻ നോക്കിയപ്പോൾ ഹോട്ടലൊക്കെ ഉണ്ട്, ഹോട്ടലിനൊക്കെ പണമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ശിവന്റെ അമ്പലമുണ്ട്. നല്ലൊരു അമ്പലമാണ്. കണ്ടാൽ അവിടെ അതിന് മുമ്പിൽ ഒരു കുളമൊക്കെ ഉണ്ട്, ശിവലിംഗമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത് ചെന്ന് അവിടുത്തെ പൂജാരിയോട് ചോദിച്ചു, ഞാൻ വൈകിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാണ്, ഞാൻ ഇവിടെ കിടന്നോട്ടെ പറഞ്ഞു. കിടന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ശിവക്ഷേത്രത്തിൽ 5 ദിവസം താമസിച്ചു അവിടെ തന്നെ. അപ്പം അവിടെ വലിയൊരു ശിവലിംഗമുണ്ട്, കുളമുണ്ട്. അപ്പോൾ അദ്ദേഹം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് കുളിക്കാൻ പോകും. ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ കുളിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം റൊട്ടിയൊക്കെ ഉണ്ടാക്കും. ഞാൻ സ്തോത്രം പറഞ്ഞ് അദ്ദേഹം തരുന്ന റൊട്ടിയൊക്കെ കഴിക്കും. രാത്രി കിടക്കുമ്പോൾ ആ ശിവലിംഗത്തെ പുള്ളിക്കാൻ അപ്പുറത്ത് ഞാൻ ശിവലിംഗത്തെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്.
ഞാൻ പറഞ്ഞു, നിന്നെ ഇവിടെ നിന്ന് ഇറക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം, ഇവിടെ കർത്താവിന്റെ സഭ സ്ഥാപിക്കപ്പെടണം. 5 ദിവസം അവിടെ താമസിച്ചു. ഒരു കർത്താവ് പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ഇന്ന് അവിടെ 2 സഭയുണ്ട്. ഞാൻ അന്ന് കിടന്ന ആ ശിവക്ഷേത്രം ഇന്നും അവിടെ ഉണ്ട്. ഞാൻ പോയതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് പൂജാരി അവിടുന്ന് ഓടിപ്പോയി. പിന്നാരും ആ ക്ഷേത്രം റിപ്പയർ പോലും ചെയ്തിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയുണ്ട്. അതിന്റെ മതിലൊക്കെ ഇടിഞ്ഞു വീണു, ആ കുളം കുറച്ച് നികന്നു, അവിടെ വലിയൊരു ആലുമരം നിപ്പുണ്ട്, അതിപ്പോഴും കമ്പൊക്കെ ഒടിഞ്ഞു വീണു. എന്താണ്? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ശക്തി ഇനി വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. അപ്പോൾ ഈ ശക്തി ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളെ കാണുമ്പോഴേ അവർ ഓടും, നമ്മളെ കാണുമ്പോഴേ അവർ ഓട്ടം ഓടും. എന്നാൽ നമുക്ക് മുറിവുണ്ടാകും. അത് ദുഷ്ടാത്മസേനയോട് നമ്മൾ മല്ലയുദ്ധം ചെയ്യുമ്പോൾ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്ന 12 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കുന്ന ആ ദുഷ്ടാത്മസേനയോട്, അധികാരികളോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, ആത്മാവിൽ പോരാടുമ്പോൾ നമുക്ക് മുറിവുകളുണ്ടാകും. എന്നാൽ ബാധയോ ഇതൊന്നും നമ്മളെ അല്പം പോലും ബാധിക്കുകയില്ല, തൊടുക പോലുമില്ല. നമ്മളെ കാണുമ്പോഴേ അവകളെല്ലാം ഓടിപ്പോകും. നമ്മളെ നേരിടാൻ അവർക്ക് ഒരു ബലവുമില്ല. എത്ര വലിയ ശക്തികളാണെങ്കിലും, 10,000-കണക്കിനുള്ള ശക്തികൾ വന്നാലും നമ്മളെ കാണുമ്പോഴേ അവർ ഓട്ടം തുടങ്ങും. നമ്മൾ മുന്നിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും, ഒരു ബാധയ്ക്കും, ഒരു മന്ത്രവാദിക്കും ഒരുത്തർക്കും കഴിയില്ല. ഒരു ദൈവവൈദ്യന്റെ അടുക്കൽ വന്നാൽ ഒരു കാരണം, യേശുവിന്റെ രക്തം അവന്റെ തലമേലുള്ളതിനാൽ ഒന്നും ബാധിക്കാൻ കഴിയില്ല. ആ ദൈവകൃപയിൽ നിന്നാൽ മതി. ഇനി നമുക്ക് ചോദ്യങ്ങൾക്ക് സമയമില്ല. കാരണം ഇന്ന് ഒടുവിലത്തെ ക്ലാസ് ആയതുകൊണ്ട് വളരെ വളരെ ആവശ്യമേറിയ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യാവശ്യമായ ആരെങ്കിലും തികട്ടി വരുന്ന വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ കൈപൊക്കിക്കാണ്. നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിൽ നിന്ന് ആവട്ടെ. ഇനിയും നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നു. ആരെങ്കിലും കർത്താവിന്റെ ദാസന്മാർക്ക് ഏതെങ്കിലും ആത്മീയമായ യുദ്ധത്തെക്കുറിച്ചോ ആത്മീയ പോരാട്ടം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ വല്ലതും കൂടുതലായിട്ട് ചിന്തിക്കുവാനോ പറയുവാനോ ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ തിങ്കളാഴ്ച ഇവിടെ കാണും. കാരണം ചൊവ്വാഴ്ച മുതൽ വടക്കാഞ്ചേരിയിലാണ് യോഗം. അപ്പം ഞാൻ തീരുമാനിച്ചു, തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടെ വിശ്രമിച്ചിട്ട് ചൊവ്വാഴ്ച രാവിലെ ഇവിടുന്ന് പോയാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് വടക്കാഞ്ചേരിയിൽ ചെന്ന് ചേരും. അതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച പകൽ സമയം ഞങ്ങൾ ഈ ഭവനത്തിലുണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഭവനത്തിൽ കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആർക്കെങ്കിലും ആത്മീയ യുദ്ധത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കർത്താവിന്റെ ദാസനോട് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വന്നാൽ തിങ്കളാഴ്ച മുഴുവനും ഞാൻ അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് കാണാവുന്നതും സംസാരിക്കാവുന്നതും അങ്ങനെ ആത്മീയ യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതുമാണ്. അതുകൂടാതെ കർത്താവിന്റെ വരുന്ന താമസം നാളെ വൈകിട്ട് ഒരു പ്രത്യേക ആത്മീയ ആരാധനയുടെ യോഗമാണ്. ആ യോഗത്തെക്കുറിച്ച് ഇപ്പോഴേ പറയുന്നതിന്റെ ഉദ്ദേശം അന്യഭാഷ വ്യാഖ്യാനങ്ങൾ, അതുപോലെ ആത്മാവിന്റെ നദി എന്നീ വിഷയങ്ങളെക്കുറിച്ച് അല്പനേരം നാം സംസാരിച്ച ശേഷം ആത്മാവിന്റെ നദിയിൽ ദൈവത്തെ ആരാധിച്ച് ബലപ്പെടുന്നതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ആത്മാവിൽ ആരാധിപ്പാൻ താല്പര്യമുള്ള നിങ്ങൾ ദൈവമക്കളാകുന്ന കർത്താവിന്റെ ദാസന്മാർ നിങ്ങളുടെ വിശ്വാസികളെ കൊണ്ടുവന്നാലും ഇവിടെ കസേരകളുണ്ട്, അവിടെ ഇരുത്തി നമുക്കൊന്നിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ നിങ്ങളുടെ സഭകളിൽ പോയി ദൈവമക്കളോട് പറഞ്ഞാൽ ഇവിടെ സ്ഥലമുണ്ട്, കൊണ്ടുവന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ആത്മാവിൽ ആരാധിക്കുവാൻ സാധിക്കും. അതോടുകൂടെ ബാപ്റ്റിസ്റ്റായോ ബ്രദറൻ ഫെലോഷിപ്പുള്ള കർത്താവിന്റെ ദാസന്മാരോ അങ്ങനെയുള്ളവർ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ക്ഷണിച്ച്, അവരെ മുറിപ്പെടുത്താനല്ല, സ്നേഹത്തോടുകൂടെ അവരോട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും അവരുടെ സംശയങ്ങൾ മാറ്റി അന്യഭാഷ എന്നുള്ളത് എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും അന്യഭാഷയത്തെ ഏത് വിധത്തിലൊക്കെ ഉണ്ട്. കാരണം ആദിമകാലത്ത് പല കർത്താവിന്റെ ദാസന്മാർ ചിന്തിക്കുന്നത് പെന്തക്കോസ് നാളിൽ അന്യഭാഷ അവർ സംസാരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി, ഇന്ന് മനസ്സിലാകുന്നില്ല. ആ കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഭാഷാപരമോ നിന്നുപോകും. ഇത് പിന്നെ അതുകൂടാതെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ദൈവത്തോട് സംസാരിക്കട്ടെ, സഭയിൽ മിണ്ടാതിരിക്കട്ടെ. ഈ വിഷയങ്ങളൊക്കെ ദൈവദിനത്തിൽ എങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സംസാരിച്ച് നമ്മൾ ഒന്നിച്ച് ആത്മാവിൽ ആരാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നാളെ വൈകിട്ട് 6 മണിക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നാളെ പകൽ ഇവിടെ ആരാധനയില്ല,
നിങ്ങളെല്ലാവരും അതത് സഭകളിൽ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അതത് സഭകളിൽ കർത്താവിനെ ആരാധിക്കുക, വൈകിട്ട് ഒന്നിച്ച് കടന്നു വരിക. കർത്താവിന് സ്തോത്രം. ഇനി നമ്മൾക്ക് അത്യാവശ്യമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പ്രിയമുള്ള മുണ്ടക്കയത്തുള്ള ദൈവദാസന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ കുറ്റം പറയുവാനല്ല, ദൈവത്തിൻ്റെ കർത്താവിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളെ ഇവിടേക്ക് അയച്ചു. നിങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം, നിങ്ങളുടെ സഹകരണത്തിനായി സ്തോത്രം. എന്നാൽ കർത്താവ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ പറഞ്ഞത് ഞാൻ വ്യക്തമായി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി താല്പര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. അതിനുവേണ്ടി നാം വചനം അറിയിക്കുന്നതിന് മുൻപായി അല്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ, നീയാണ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, നീയാണ് നിന്റെ ദാസന്മാരെ വേലയിലാക്കി വെച്ചിരിക്കുന്നത്. നിന്റെ വിലയേറിയ ദാസന്മാർ, നിന്റെ കൈകളിലിരിക്കുന്ന ദാസന്മാരാകുന്ന ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. നീ ഞങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരണമേ. എല്ലാ ഹൃദയങ്ങളോടും നീ ഇടപെടണമേ, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഇന്ന് പകൽ ചിന്തിച്ചതായ ആ വിഷയം ഒന്ന് പെട്ടെന്ന് ആവർത്തിച്ചു പോകാം. റോമാലേഖനം 12:5. റോമാലേഖനം 12:5 വായിച്ചാട്ടെ. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. നാം പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും അതുപോലെ നാം അംഗങ്ങളുമാകുന്നു. ഇന്ന് പകൽ പഠിപ്പിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ചില പ്രിയപ്പെട്ടവരുടെ പകൽ വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി പെട്ടെന്ന് പറയുന്നു. ഇവിടെ ഈ ചാർട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് കാണിച്ചിരിക്കുന്നതാണ്. ഇതിൽ ഈ അസ്ഥിപഞ്ജരമായി കാണിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാകുന്നു എന്നാണ്. ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, ആത്മീയ രോഗങ്ങൾ, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, തല ക്രിസ്തു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവന്റെ വൈരി അവന്റെ കാൽ കീഴാകുവോളം അവൻ കാത്തിരിക്കുന്നു. സാത്താൻ സഭയുടെ കാൽ കീഴെ ആയിത്തീരണം. അതുപോലെ നാം എല്ലാവരും ഒന്നിച്ച് ക്രിസ്തുവിന്റെ ശരീരമാണ്. മുണ്ടക്കയത്ത് ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങളെ കാണിക്കാനായി ഈ ഭാഗം, ഈ അസ്ഥി പഞ്ജരം കാണിച്ചിരിക്കുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തികളും ഓരോ അംഗങ്ങളായി തീരണം എന്നുള്ളതാണ്. ഇവിടെ ചില തടിക്കഷണങ്ങൾ വെച്ചിരിക്കുന്നത് ഞാൻ രാവിലെ പറയുവാനിടയായി. ഇത് ഒന്നുകൂടെ നിങ്ങളെ പെട്ടെന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് വലിയ വീട്ടിലെ തോമാച്ചൻ സഹോദരനാണ്. ഈ വലിയ വീട്ടിലെ തോമാച്ചൻ സഹോദരന്റെ ഭാര്യ, ഇത് മക്കൾ, അങ്ങനെ മക്കളുമായിട്ട് ഇങ്ങനെ സുഖമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വലിയ വീട്ടിലെ തോമാച്ചൻ സഹോദരൻ. എന്നാൽ ഈ തോമാച്ചൻ സഹോദരനെ ഇതേ രീതിയിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ യോജിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ തോമാച്ചൻ സഹോദരനെ മുറിച്ചെടുത്ത് ഈ രൂപത്തിലാക്കിയെങ്കിൽ മാത്രമേ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ ശരീരത്തിൽ യോജിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ തോമാച്ചൻ സഹോദരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. തോമാച്ചൻ സഹോദരനെ ഓരോ പ്രതികൂലങ്ങളിൽ കൂടെ നടത്തി ദൈവം മുറിച്ച് ഈ രൂപത്തിലാക്കുന്നു. അതൊന്നും ശാപമായതുകൊണ്ടല്ല, അത് ബാധ വരികയല്ല, ദൈവത്തിന്റെ കാര്യമാണ്. അതിനാണ് ചിലപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് പരിശോധനയാകുന്ന സാത്താന്റെ കയ്യിൽ കർത്താവ് വാളേൽപ്പിച്ചിട്ട് ഭാര്യയുമായിട്ട് വലിയ സ്നേഹത്തിൽ കഴിയുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ നിന്ന്, ആ ജഡീയ സ്നേഹത്തിൽ നിന്ന് മാറി ആത്മീയ സ്നേഹത്തിലാകണം. തനിക്കുള്ളത് സകലതിനെയും ത്യജിക്കണം. ആ ഭാര്യ എന്നുള്ളതായ ആ ഭാവം മാറി, ആ ശരീര സ്നേഹം മാറി ക്രിസ്തുവിൽ ഒന്നുള്ള അഗാപ്പേ സ്നേഹത്തിലേക്ക് വരണം. അപ്പോൾ ആ ബന്ധം മാറ്റുവാൻ കർത്താവ് ചില പ്രയാസങ്ങൾ അതിന് മധ്യത്തിലായിരിക്കും. ഈ വാൾ ഉപയോഗിക്കും. ഇത് ബാധയല്ല,
ഇത് കർത്താവ് തോമാച്ചൻ സഹോദരനെ ഒരുക്കുകയാണ്. ഇത് ബാധയായിട്ട് ചിന്തിക്കാതെ ഇങ്ങനെയുള്ളതായ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ, എന്നിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു, എല്ലാവരിലും പ്രവർത്തിക്കുമ്പോൾ അത് ബാധയല്ല. കർത്താവ് ഇന്ന് ഒരുപാട് ഫാമിലി കോൺഫറൻസ് നടത്തുന്ന കാലമാണ്. അതെന്താ പറയുന്നത്? സൈക്കോളജി പഠിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും പ്രയാസമാണ്. സഹോദര, ഭാര്യ പറയുന്നത് നീ അങ്ങ് അനുസരിക്ക്. അല്ലെങ്കിൽ മക്കള് യോഗത്തിനൊന്നും വരുന്നില്ല, അവർ ടെലിവിഷനൊക്കെ കണ്ടോണ്ട് അവരോട് പറഞ്ഞാൽ മതി, ഇന്നതൊന്നും കാണരുതെന്ന് പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, അതെല്ലാം സൈക്കോളജി എല്ലാം നശിപ്പിക്കുന്ന മാർഗമാണ്. ഭാര്യയും ഭർത്താവും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോപമായിട്ട് സംസാരിക്കുന്നത്, അതുകൊണ്ട് എന്നിൽ എന്താണ് മാറ്റം വരുത്തുവാൻ നീ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഭാര്യ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ഭാര്യ, കർത്താവ് എന്റെ ഭാര്യ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഞാനും എന്റെ ഭാര്യ ഇവിടെയുണ്ട്, ഞാൻ എന്റെ ഭാര്യയുടെയും മക്കളും ഇവിടെ ഉണ്ട്, അവരുടെ മധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള അനേക പ്രതികൂലങ്ങൾ കർത്താവ് വാളുകൊണ്ട് അയക്കുമ്പോൾ നാം അത് നിർത്താനല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ വേദന കൂടുന്നു, നീ ഇങ്ങനെ മുറിക്കുമ്പോൾ വേദന കൂടുന്നു. ഒരു പക്ഷേ മകൻ ക്ലാസ്സിൽ തോറ്റുപോകുന്നു. കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ മകൻ തോറ്റുപോയത്, എന്റെ മകൻ തോറ്റുപോകുന്നതിന്റെ കാരണം എന്താണ് കർത്താവേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും പറഞ്ഞു തരും, ഇന്ന കാരണത്താലാണ് മകൻ തോറ്റുപോയത് കർത്താവേ. അപ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന നമ്മുടെ തലയിലെ എല്ലാ മുടികളും കർത്താവ് എണ്ണിയിരിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന സകലതും എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:6 വായിച്ചാൽ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക. അപ്പൊ ആ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭൗതിക ആഗ്രഹമാണ്, ഭൗതിക കാര്യങ്ങളെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൗതിക കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ പിതാവ് നോക്കും. നമുക്ക് സ്തോത്രത്തോടെ പറയേണ്ടത് എന്താണ്? കർത്താവേ, ഈ ശോധനയിൽ നീ എന്നെ ഇങ്ങനെ മുറിക്കുവാൻ അനുവദിച്ചിരിക്കുമ്പോൾ വരുന്ന വേദന സഹിക്കുവാൻ കൃപ നൽകണമേ. ഞാൻ എന്റെ ഭാര്യയെ നിന്നേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നു, എന്റെ മക്കളെ നിന്നേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്നിൽ നിന്ന് മാറ്റണമേ കർത്താവേ. എന്നിൽ സഹിഷ്ണുതയില്ല, എനിക്ക് സഹിഷ്ണുത. ഇതാണ് നമ്മുടെ ആവശ്യങ്ങൾ. ഭൗതികമായ ആവശ്യങ്ങളെല്ലാം നമ്മുടെ പിതാവ് അറിയുന്നു. ഇന്ന് നമ്മളെ കർത്താവിന് നമ്മുടെ ആവശ്യങ്ങളുടെ കാര്യം അറിയുവാൻ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 22 വരെ ഒന്ന് വായിച്ചാൽ. റോമാലേഖനം 11:17 മുതൽ 22 വരെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടുന്നതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും.